നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം മച്ചിങ്ങയെക്കുറിച്ചാണ് കേട്ടോ. മച്ചിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളികേരം ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ നാളികേരം ഉണ്ടാവുന്നതിന് മുന്നേ തെങ്ങിൻ്റെ മുകളിൽ പൂക്കുല ഉണ്ടാവും. പൂക്കുലയിൽ ചെറിയ ചെറിയ നാളികേരം ഉണ്ടാവുന്നതിന് മുന്നേ ഇതേമാതിരി കുറേ ചെറിയ ഇതുമാതിരി മച്ചിങ്ങ ഉണ്ടാവും. മച്ചിങ്ങ വലുതായിട്ടാണ് ഇളനീരാവുന്നത്. ഇളനീര് കഴിഞ്ഞിട്ടാണ് നാളികേരാവുന്നത്. അപ്പോൾ ഈ മച്ചിങ്ങ സാധാരണ ഒരു സാധനമല്ല കേട്ടോ. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ്. ഇപ്പോൾ ഒക്കെ ആരും ഇത് ഉപയോഗിക്കാറൊന്നുമില്ല. പണ്ട് കാലത്ത് ഉള്ളവർക്കും ഏകദേശം എൻ്റെ വയസ്സും അതിന് മേലുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ട് നല്ലോണം അറിയുന്നുണ്ടാവും. ഇതിപ്പോൾ പണ്ടൊക്കെ നമ്മളെന്താ വിചാരിക്കുക, ഇത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇത് കളിക്കാറുണ്ട്, പമ്പര ഉണ്ടാക്കിയിട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ തൊപ്പി കളഞ്ഞിട്ട് ഈർക്കിൽ കുത്തി ഒരു പമ്പര ഉണ്ടാക്കാറുണ്ട്. അതുമാതിരി തന്നെ ആൺകുട്ടികളാണെങ്കിൽ വണ്ടി ചക്രം ഉണ്ടാക്കി വണ്ടി കളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സാധനമല്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി അല്ലെങ്കിൽ ഔഷധ ഗുണങ്ങളെ പറ്റി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിത് പറയണത്. പണ്ട് കാലങ്ങളിൽ കളിക്കാൻ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി വന്ന കുട്ടികളൊക്കെ വെയിലത്ത് പോയി കളിക്കാറുണ്ട് അന്നത്തെ കാലത്തൊക്കെ. അങ്ങനെ കളിച്ച് തലവേദന വരും. വീട്ടിലേക്ക് വരുമ്പോൾ തലവേദനയ്ക്കുണ്ടെന്ന് അമ്മോടോ അമ്മമ്മോടോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക വെച്ചാൽ, ഈ മച്ചിങ്ങയുടെ ഇതിൻ്റെ മേലത്തെ ഈ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അത് പൊളിച്ചെടുത്ത് നല്ല അമ്മിയിലോ അല്ലെങ്കിൽ നല്ല കരിങ്കല്ലിൽ അല്ലെങ്കിൽ ആ ചന്ദനക്കല്ലുണ്ടല്ലോ, ചന്ദനക്കല്ലിൽ ഇത് അരയ്ക്കും. ചന്ദന മുട്ടി ഉണ്ടല്ലോ, പണ്ട് ചന്ദനം തൊടുന്ന ചന്ദന മുട്ടിയിലായിരുന്നു. ചന്ദന മുട്ടിയും അതുമാതിരി ഈ മച്ചിങ്ങയും കൂടി ആ ഉരക്കല്ലിൽ അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ നെറ്റി ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ വെയിൽ കൊണ്ട തലവേദനയും അതുമാതിരി നീരിറക്കം കൊണ്ടുള്ള തലവേദന ഉണ്ടല്ലോ അത് മാറുന്നു. മച്ചിങ്ങയുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല്ല് വേദന അതുമാതിരി തന്നെ മോണപ്പഴുപ്പ് വായ നാറ്റമൊക്കെ വരില്ലേ, ആ സമയത്ത് ഈ മച്ചിങ്ങ കടിച്ച് ചവച്ച് തുപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ മോണയുടെ പഴുപ്പും അല്ലെങ്കിൽ പല്ല് വേദന അതുമാതിരി തന്നെ വായനാറ്റമൊക്കെ മാറിക്കിട്ടുന്നതാണ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇതിങ്ങനെ കടിച്ച് ചവച്ച് തുപ്പാറുണ്ട്. ഇതിൻ്റെ ഒരു കറയുണ്ട്, ആ കറയാണ് ഇതിൻ്റെ ഏറ്റവും അധികം ഔഷധ ഗുണമുള്ളത് കിട്ടാം. പിന്നെ വേറൊരു ഗുണം ഇതിൻ്റെ എന്താ വെച്ചാൽ, നമുക്ക് ദഹനക്കുറവ് വന്നാലോ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ വന്നു കഴിഞ്ഞാലോ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനക്കുറവ് അല്ലെങ്കിൽ ദഹനക്കുറവ് കൊണ്ടുള്ള ഛർദി വയറിളക്കൊക്കെ ഉണ്ടല്ലോ, ഇത് മാറാനും വളരെ നല്ലൊരു മരുന്നാണ് കേട്ടോ. വയറിളക്കും അതുമാതിരി ദഹനക്കേട്, ഗ്യാസ്, ഇതിനൊക്കെ നല്ലൊരു മരുന്നാണ് മച്ചിങ്ങ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഓടി കളിച്ച് കാൽമുട്ടൊക്കെ പൊട്ട് കയ്യ് കാലൊക്കെ മുറിവ് പറ്റൂലേ, മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇത് ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി ഈ മച്ചിങ്ങ ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് തിളപ്പിച്ച വെള്ളം ആ മുറിവിൽ ഒഴിച്ചാൽ ആ മുറിവ് ഉണങ്ങുന്നതായിരിക്കും. പണ്ടൊന്നും ഇപ്പോൾ ഉടനെ നമ്മൾ മുറിവ് പറ്റിയ ആസ്പത്രിയിലേക്കൊന്നും പോകാറില്ല, ഇങ്ങനെ ചെറിയ വൈദ്യങ്ങളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മുറിവ് ഉണങ്ങാനും ഈ മച്ചിങ്ങ കൊണ്ട് വളരെ ഉപയോഗമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞങ്ങളിത് ഇങ്ങനെ പറമ്പിലൊക്കെ കളിക്കുമ്പോൾ ഇത് പിടിച്ച് കടിച്ചൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളൊക്കെ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് മലച്ചിക്കലൊക്കെ വരിക എന്ന് പറയില്ലേ, അപ്പോൾ മലബന്ധം നമുക്ക് നല്ലോണം ധാരാളമായിട്ട് മലം പോകുന്നത് തടയാൻ ഒരു ദോഷവശം ഉണ്ട് കേട്ടോ ഈ മച്ചിങ്ങയ്ക്ക്. അതുകൊണ്ട് അധികമൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യം സന്ദർഭങ്ങൾ ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് തലവേദനയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ മരുന്ന്. ഇപ്പോഴുള്ളവർക്കൊന്നും മച്ചിങ്ങ എന്താണെന്ന് അറിയണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ നാളികേരം ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടാവുന്ന ഒരു സാധനം, നാളികേരത്തിനും ഇളനീരിനും മുന്നേ ഉണ്ടാവുന്ന ഒരു കായാണ് കേട്ടോ മച്ചിങ്ങ, തെങ്ങിൻ്റെ മുകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. ഇത് ചെറിയൊരു സാധനമായിട്ട് കരുതണ്ട, ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ളത് തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളിതിങ്ങനെ കടിച്ച് ചവച്ചൊക്കെ തുപ്പുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പല്ലൊക്കെ നല്ല ബലം ദൃഢമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നമുക്ക് അടിപൊളി തോരൻ ഉണ്ടാക്കാം. അതുമാതിരി തന്നെ നല്ല അച്ചാറുണ്ടാക്കാം. നമുക്കിപ്പോൾ എല്ലാം കൊണ്ട് അച്ചാറുണ്ടാക്കുന്ന ഇത് നമ്മുടെ നാളികേരത്തിനും ഇളനീരിനും മുന്നേ ഉണ്ടാകുന്ന ഒരു സാധനമല്ലേ, അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ള സാധനം തന്നെയാണ്. അതുകൊണ്ട് നമുക്കിതുകൊണ്ട് തോരനും അച്ചാറൊക്കെ ഉണ്ടാക്കാം. അതുമാതിരി തന്നെ ഔഷധ ഗുണം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ മച്ചിങ്ങ കിട്ടാൻ സാധ്യതയുള്ളവർ ഒരിക്കലും കളയണ്ട. ഇത് ചെറിയൊരു സാധനമല്ല, നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണ്. മച്ചിങ്ങയുടെ ഗുണങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.